കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ സംഭവങ്ങളെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച അല്ലെങ്കിൽ മാധ്യമ ലോകത്ത് വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു PC ജോർജിൻ്റെ അറസ്റ്റും തുടർന്നുള്ള ജാമ്യവുമെല്ലാം. അത് വലിയ തോതിൽ ചർച്ചയാകേണ്ട ഒരു വിഷയമല്ല എന്നുള്ളത് പലരും പറയുന്നു. എന്നാൽ ഇതൊരു വിഷയമാക്കേണ്ട കാര്യമാണെന്ന് ഒരു വിഭാഗം പറയുന്നു. കൃത്യമായി പറഞ്ഞാൽ PC ജോർജിൻ്റെ വായിൽ നിന്ന് വന്ന വർത്താനം ശരിയല്ല എന്നുള്ളതാണ് നാടൻ ഭാഷയിൽ ശരിയായ അർത്ഥത്തിലുള്ള പ്രയോഗം. PC ജോർജിൻ്റെ ജാമ്യവും അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള കോലാഹലങ്ങളാണ് ഈ രാഷ്ട്രീയ കേരളത്തിൽ നടന്നത്. മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മുഴുവൻ തീവ്രവാദികളാണെന്നും ഇവരെല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണമെന്നും അല്ലെങ്കിൽ വർഗീയവാദികളാണെന്നുള്ള തരത്തിൽ വരുന്ന പ്രയോഗങ്ങളെല്ലാമാണ് ബഹുമാന്യനായ മുൻ MLA കൂടിയായ PC ജോർജിൻ്റെ വായിൽ നിന്നും വന്നത്. ഇത് പ്രകോപനമുണ്ടാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിൽ പ്രസംഗിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിൽ സംസാരിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു PC ജോർജിൻ്റെ അഡ്വക്കേറ്റ് അടക്കമുള്ളവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ മാപ്പ് പറച്ചിലെല്ലാം ഒരു വശത്തു കൂടി നടന്നു വരുന്നു. അതായത് ഒരു സ്വകാര്യ ചാനൽ നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗ് പ്രതിനിധിയുമായിട്ടിരുന്നുണ്ടായി നടത്തിയ ചർച്ചയ്ക്കിടയിലാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശം PC ജോർജിൻ്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നത്. PC ജോർജിനെ അകത്തേക്ക് കൃത്യമായി കൊണ്ടുപോയി ഇപ്പോൾ PC ജോർജ് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് ആദ്യത്തെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ശക്തമായ രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയതയ്ക്കെതിരെയും മറ്റു കാര്യങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളാണ് PC ജോർജ് വെളിയിൽ വന്നതിന് ശേഷം ആദ്യമായി പ്രതികരിച്ചതിൽ നിന്ന് കൃത്യമായിട്ട് വന്നത്. PC ജോർജിന് ജാമ്യം കിട്ടില്ല എന്നുള്ള അവകാശവാദമൊന്നും മുസ്ലിം ന്യൂനപക്ഷങ്ങളോ മറ്റു വിഭാഗങ്ങളോ ആരും ഉയർത്തിയിരുന്നില്ല. കാരണം ഇന്ത്യയിലെ ഒരു ജുഡീഷ്യറി സംവിധാനം അനുസരിച്ചിട്ട് ഇന്ത്യയിൽ പീനൽ കോഡ്, ഇപ്പോൾ പീനൽ കോഡൊക്കെ മാറി, അതുപോലെ ന്യായ സംഹിതയൊക്കെയായി മാറി. അത് വച്ചിട്ട് PC ജോർജ് നടത്തിയ വിദ്വേഷ പരാമർശത്തിൻ്റെ പേരിൽ പരമാവധി കൊടുക്കാവുന്ന കാര്യങ്ങളാണ് കൊടുത്തതെന്ന് ഒരു വിഭാഗം നിയമവിദഗ്ധർ പറയുന്നു. എന്നാൽ കൊടുത്തതത്ര ശരിയായില്ല, തീരെ കുറഞ്ഞുപോയി എന്ന് പറയുന്നു. എന്നാൽ മറ്റൊരു വിഭാഗത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു സംഭവത്തിൽ ഉൾപ്പെട്ടതെങ്കിൽ അവർ വലിയ തോതിൽ കാരാഗ്രഹത്തിലേക്ക് പോകേണ്ടി വരുമായിരുന്നെന്നും PC ജോർജ് മെഡിക്കൽ കോളേജിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായതെന്നുള്ള തരത്തിൽ വേണം അത്തരത്തിലുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ശരിയായ പ്രയോഗം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് റിലീസ് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PC ജോർജ് തന്നെ സ്ഥാപിച്ച, അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ PC ജോർജിൻ്റെ മകനായ ഷോൺ പറഞ്ഞതുപോലെ PC ജോർജ് സ്ഥാപിച്ച അവിടുത്തെ പോലീസ് സ്റ്റേഷൻ, ഈരാറ്റുപേട്ടയിലെ പോലീസ് സ്റ്റേഷൻ, ഈരാറ്റുപേട്ടയിലെ കോടതി, ഈരാറ്റുപേട്ടയിലെ ഫയർ സ്റ്റേഷൻ, ഈരാറ്റുപേട്ടയിലെ അതോടൊപ്പം തന്നെയുള്ള +2, അങ്ങനെ ഈരാറ്റുപേട്ടയിൽ നിരവധിയായ കാര്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിന് പോലും പിടികൊടുക്കാതെ താൻ സ്വന്തമായി സ്ഥാപിച്ച കോടതിയിൽ പോയി നേരിട്ട് കീഴടങ്ങുന്ന ഒരു ധീരനെയാണ് കണ്ടതെന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളുമെല്ലാം പുറത്തു വന്നിരുന്നു. ഇതിനിടെ ശങ്കരൻ വക്കീലൊക്കെ അടക്കമുള്ളവർ വിവിധ ചാനൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇരുന്നുകൊണ്ട് മഹാനായ ഒരു വ്യക്തി പുറത്തേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ധീരവീര പ്രവർത്തികളെ കുറിച്ചിട്ട് പ്രകീർത്തിക്കുന്ന കാഴ്ചകളും ഇതിനിടയിലെല്ലാം നമ്മൾ കാണുന്ന സാഹചര്യമുണ്ടായി. അതായത് കൃത്യമായി പറഞ്ഞാൽ 1996, 2001 കാലഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി EK നയനാരാണ്. അന്നത്തെ നിയമമന്ത്രിയായിരുന്നത് ചന്ദ്രശേഖരൻ നായരാണ്. ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ഒരു ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരുന്നു, നാരായണക്കുറുപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ജന്മനാട് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയാണ്. ഇദ്ദേഹം അവിടെ ജസ്റ്റിസ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന കാലഘട്ടമാണ് 1996 മുതൽ ഉള്ള ആ കാലഘട്ടം. 2001 EK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ സ്വന്തം നാടായ ചാലക്കുടിയിൽ ഒരു മുൻസിഫ് കോടതി വേണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ള ശ്രമങ്ങൾ അദ്ദേഹം ചാലക്കുടിയിൽ ഒരു മുൻസിഫ് കോടതി വരാനായിട്ട് നടത്തി. അതിൻ്റെ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് നടത്തിയ ഈ ശ്രമങ്ങളെക്കുറിച്ചും അതിനുവേണ്ടി നടത്തിയ നീക്കങ്ങളെക്കുറിച്ചും എല്ലാം അന്ന് ചാലക്കുടിയിലും തൃശ്ശൂരിലും അങ്ങനെ വേണ്ട ഹൈക്കോടതിയിലും അടക്കം വലിയ തോതിൽ ഒരു ചർച്ചയായ വിഷയമായിരുന്നു. എന്തിനു പറയുന്നു, സ്വാഭാവികമായിട്ടും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എത്ര സ്ട്രോങ് ആയിട്ട് നടത്തിയെങ്കിലും ചാലക്കുടിയിൽ ഒരു കോടതി വന്നില്ല. ഈ ചാലക്കുടിയിൽ കോടതി വരാതിരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ അതൃപ്തിയും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് വളരെ പെട്ടെന്ന് ഈ പറയുന്ന
നമ്മുടെ പൂഞ്ഞാർ MLA ആയ PC ജോർജ് പറഞ്ഞ നാട്ടിൽ PC ജോർജിൻ്റെ സ്വന്തം കോടതി എന്ന് പറയുന്ന കോടതി ഈരാറ്റുപേട്ടയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ അതേ ഘട്ടത്തിൽ തന്നെ അവിടെ ചാലക്കുടിയിൽ ഒരു രീതിയിലും അനുമതി കിട്ടിയില്ല, എന്നാൽ ഈരാറ്റുപേട്ടയിൽ പുതിയൊരു കോടതി വരുന്നു. ഈ കോടതി വന്ന ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങിൽ ബഹുമാനീയ ഹൈക്കോടതിയിലെ വിവിധ ജസ്റ്റിസുമാരും അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. PC ജോർജ് ആയിരുന്നു പരിപാടിയിലെ അധ്യക്ഷൻ. ഇതിനിടയിൽ ജസ്റ്റിസ് നാരായണക്കുറുപ്പും യാദർച്ഛ്യമെന്നോണം ഈ പറയുന്ന പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ വെച്ച് അദ്ദേഹം പരസ്യമായിട്ട് ഈ പരിഭവം പറയുകയും ചെയ്തു. ഞാൻ ഇവിടെ ചാലക്കുടിക്ക് വേണ്ടി ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കൊരു കോടതി അനുവദിച്ച് കിട്ടിയില്ല, അല്ലെങ്കിൽ കോടതി സ്ഥാപിക്കാൻ സാധിച്ചില്ല, എന്നാൽ ഈരാറ്റുപേട്ടയിൽ വളരെ വേഗത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതേ വേദിയിലുണ്ടായിരുന്ന PC ജോർജ് മൈക്കിലൂടെ തന്നെ അതിനുള്ള പ്രസംഗത്തിനിടെ മറുപടിയും പറഞ്ഞു. ഇവിടെ ഭരിക്കുന്നത്, ഇവിടെ നടക്കുന്ന ഇവിടുത്തെ MLA PC ജോർജാണ്, അതുകൊണ്ടാണ് ഇവിടെ കോടതി വന്നത്. വേണമെങ്കിൽ ജസ്റ്റിസ് അതിനകത്ത് പരിഭവപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, വേണമെങ്കിൽ ജസ്റ്റിസിൻ്റെ നാട്ടിലും ഞാനൊരു കോടതി വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നുള്ള തരത്തിലൊരു പ്രയോഗമുണ്ടായി. സദസ്സിൽ ചിരികളുണ്ടായി എന്നുള്ളതാണ് അന്നത്തെ ചരിത്ര രേഖകളിൽ നിന്നൊക്കെ ഈ പറയുന്ന വർത്തമാന പ്രസിദ്ധീകരണങ്ങളിൽ നിന്നൊക്കെ പറയുന്നത്. എന്നാൽ അതുകൊണ്ടാണ് ഈ PC ജോർജ് ഇത്ര ആവേശത്തോടെ പറഞ്ഞത് കേട്ടിട്ടാകാം മോനായ ഷോൺ ജോർജ് പറഞ്ഞത് അപ്പൻ സ്ഥാപിച്ച കോടതിയാണുള്ളത്, അപ്പൻ സ്ഥാപിച്ച സ്ഥാപനങ്ങളാണുള്ളത്, അപ്പൻ്റെയാണ് എന്നുള്ള രീതിയിലെല്ലാം സംസാരിച്ച് വിട്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ കോടതി സ്ഥാപിച്ചത് ആരാണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നത്തെ കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അന്ന് PJ ജോസഫായിരുന്നു. PJ ജോസഫിൻ്റെ നാട് എന്ന് പറയുന്നത് ഇടുക്കി കോട്ടയം അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഇടുക്കിയുടെ ഭാഗമായ തൊടുപുഴയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അത് മാത്രമല്ല, കേരള കോൺഗ്രസ്സുകാർ വളരെ സ്ട്രോങ് ആയി പിടിച്ചുകൊണ്ടിരിക്കുന്ന 2 ജില്ലകളാണ് ശരിക്കും കോട്ടയം ഇടുക്കി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലെ ഒരു വികസനത്തിൻ്റെ ഒരു വശം വന്നാൽ അത് കോട്ടയത്തിന് എഫക്റ്റ് ആകാറുണ്ട്, കോട്ടയത്തൊരു സംഭവം വന്നാൽ അത് ഇടുക്കിക്കും എഫക്റ്റ് ആകാറുണ്ട്. അപ്പോൾ ആ ഘട്ടത്തിൽ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവിടെ വളരെ സ്ട്രോങ് ആയ ഒരു ഇടപെടൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന PJ ജോസഫിൻ്റെ ഇടപെടലും അതുപോലെ തന്നെ അദ്ദേഹം ഭരണപരമായ നീക്കങ്ങൾ നടത്തി മന്ത്രിസഭയിലെയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലെ അനുമതി, അങ്ങനെയുള്ള വിവിധമായ കാര്യങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഈരാറ്റുപേട്ടയിൽ കോടതി വരാനുണ്ടായ കാരണം. ഈരാറ്റുപേട്ടയിലെ കോടതിക്ക് പിന്നിൽ ശരിക്കും PJ ജോസഫാണ്. അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന PJ ജോസഫ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് അന്നത്തെ ചരിത്രം പരിശോധിക്കുന്നവർക്ക് മനസ്സിലാകും. അതല്ല PC ജോർജ് ആ നാട്ടിലെ MLA ആയിരുന്നു, അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നൊന്നും ഇതിന് അർത്ഥമില്ല. അദ്ദേഹം ചെയ്തിട്ടുണ്ടാകാം, ചെയ്യാതിരുന്നിട്ടുണ്ടാകാം. പക്ഷേ എന്താണെങ്കിലും ഈ പറയുന്ന അവകാശവാദങ്ങൾ നടത്തുമ്പോൾ ഈ പൊതുമുതൽ എന്ന് പറയുന്നത് ആരുടെയും തറവാട്ട് സ്വത്തല്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയാൻ കാരണം. MLAക്ക് പലതും പറയാൻ കാരണം അവിടുത്തെ CI ഓഫീസ്, അതുപോലെ KSRTC സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, +2 ഇതൊക്കെ ആ നാട്ടിലെ MLAമാരുടെ അടക്കമുള്ളവർ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഇല്ലാത്ത സാധനങ്ങൾ വരിക എന്നുള്ളതാണല്ലോ ഓരോ നാട്ടിലും നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേരളം മൊത്തം പരിശോധിച്ചാൽ തന്നെ ഇനി വികസിക്കാത്ത റോഡുകൾ വളരെ അപൂർവം റോഡുകൾ, കോൺക്രീറ്റോ അല്ലെങ്കിൽ ടാറിങ്ങോ നടക്കാത്ത ഗ്രാമീണ റോഡുകൾ പോലും ഉള്ളൂ. കാരണം അത് ഇടതു മുന്നണിയാകട്ടെ വലതു മുന്നണിയാകട്ടെ LDF UDF ആകട്ടെ ആര് ഭരിച്ചു കഴിഞ്ഞാലും വികസനങ്ങൾ ഓരോ മേഖലയിൽ നടക്കുന്നത് സർക്കാരിൻ്റെ ഇതാണ്, അവരാര് ഭരിക്കുന്നു എന്നുള്ളതല്ല. അപ്പോൾ അവർ ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് ആ ഓരോ നാട്ടിലും എഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ പറയേണ്ടത്. അല്ലാതെ കൊടിയുടെ മേന്മ കൊണ്ടോ അതല്ലെങ്കിൽ മുന്നണിയുടെ മേന്മ കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി, കഥ, വിപ്ലവം, സിംഹം, ഇരട്ടച്ചങ്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊന്നും അല്ല യഥാർത്ഥ വസ്തുത. കാരണം ഒരു നാട്ടിലൊരു വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് നാടിൻ്റെ ആവശ്യമെന്ന് പറയുന്ന പോലെ രാഷ്ട്രീയക്കാർക്കും ആവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫണ്ട് അനുവദിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടേയിരിക്കണം. ഇതാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് PC ജോർജിൻ്റെ മെഡിക്കൽ കോളേജിലെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ടാണ്. PC ജോർജ് ജാമ്യത്തിൽ അല്ലെങ്കിൽ റിലീസ് ചെയ്ത് പുറത്തിറങ്ങിയതിൽ ആർക്കും വലിയ പരിഭവമൊന്നുമില്ല. കാരണം അത് പരിഭവമില്ല എന്ന് പറയാൻ കാരണം PC ജോർജിനെ ജയിപ്പിച്ചു വിട്ട ജനസമൂഹം എന്ന് പറയുന്നത് പൂഞ്ഞാർ മണ്ഡലത്തിലെ ഈ ഈരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ജനങ്ങളാണ്. ആ ജനങ്ങൾ നാളുകളായി തുടർച്ചയായി ജയിപ്പിച്ചു കൊണ്ടുവന്ന ആളാണ് PC ജോർജ്. എന്നാൽ PC ജോർജിൻ്റെ ഇടക്കാലത്തുണ്ടായ മനംമാറ്റവും ചില ചാട്ടങ്ങളുമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വന്ന വാക്കുകൾ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നത് ആയിരുന്നില്ല.
ഓരോ ഘട്ടത്തിലും അവിടുത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള മോശമായ അല്ലെങ്കിൽ തൻ്റെ വോട്ടർമാരോട് വളരെ മോശമായി പെരുമാറുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു പി സി ജോർജിനെയാണ് നമ്മൾ കണ്ടത്. കോടതി അടക്കം വിവിധ ഘട്ടങ്ങളിൽ താക്കീത് ചെയ്തിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതെല്ലാം വലിയ തോതിൽ ചർച്ചയാക്കപ്പെടുകയും ചെയ്തു. ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അല്ലെങ്കിൽ നിയമസഭയിലെ തന്നെ സീനിയറായ ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും കുറേ കൂടി വലിയ തോതിലുള്ള ജാഗ്രത ഉണ്ടാകേണ്ടിയിരുന്നു. എന്നാൽ മറുകണ്ഠം ചാടി BJPയിലേക്കും മറ്റും പോകുമ്പോൾ അതിനോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ അവരുടെ ആദർശത്തോടൊപ്പം നിൽക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ഇഞ്ചക്ട് ചെയ്ത് പോവുക എന്നുള്ള ഒരു തരം എന്താ പറയുക ഒരു പെട്രോൾ വൽക്കരണം, അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു എനർജറ്റിക്കായ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ പല നീക്കങ്ങളുമാണ് വെല്ലുവിളിയായത്. ഇടക്കാലങ്ങളിൽ വിവിധ മതജാതീയ സംഘടനകളുമായി ചേർന്ന് അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുമായി ചേർന്നുള്ള വേദികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോൾ പോലും അവർക്ക് വേണ്ടിയിട്ട് തീവ്രമായി വാദിക്കുന്ന ഒരാളെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ചെല്ലുന്ന സ്ഥലത്ത് എത്രത്തോളം അതിൻ്റെ ഒരു ശേഷി വർദ്ധിപ്പിക്കാം എന്നുള്ളതിനനുസരിച്ച് അവിടെയുള്ള പ്രയോഗങ്ങളും ശൈലികളും വലിയ തോതിൽ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് പി സി ജോർജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യം സമൂഹത്തിനുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പരിധിവരെ ഈ പറയുന്ന പി സി ജോർജിൻ്റെ പുതിയ വിഷയവുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ പോലും വലിയ തോതിൽ ഇടപെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടില്ല. അവസാന ഘട്ടത്തിൽ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തയായതോടുകൂടി തന്നെയാണ് കേന്ദ്ര നേതൃത്വമായി പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ളവരുടെ അവരുടെയൊക്കെ ഇടപെടൽ മൂലം മാത്രമാണ് അന്ന് അറസ്റ്റ് നടന്ന അല്ലെങ്കിൽ കീഴടങ്ങൾ നടന്ന ദിവസത്തിൽ പോലും കുറച്ച് നേതാക്കന്മാരെങ്കിലും ജില്ലാതലത്തിലുള്ള നേതാക്കന്മാരെങ്കിലും ഈ പറയുന്ന പി സി ജോർജിൻ്റെ വസതിയിലും അതോടൊപ്പം തന്നെ കോടതിയിലുമൊക്കെ എത്താൻ കാരണമായതെന്ന് പൂഞ്ഞാറിലെ തന്നെ ജനങ്ങൾ പറയുന്നതാണ്. കാരണം ഓരോ ഘട്ടത്തിലുമുള്ള പ്രതികരണങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും വളരെ ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ്. പി സി ജോർജിനെ അകത്ത് വിട്ടതിനോടോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് റിലീസായതിനോടോ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ അതിനോട് പ്രത്യേകിച്ച് അവഗണനകളോ ഇല്ല. അവർക്ക് പരിധി വിട്ട ആഹ്ലാദമോ നിരാശയോ ഇല്ല. ശങ്കരൻ വക്കീൽ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിൽ വളരെ ദുഃഖിതരാണ് ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്നൊക്കെ പറയുന്നത് ശങ്കരൻ വക്കീലിൻ്റെ വെറും സ്വപ്നം മാത്രമാണ്. കാരണം അത്തരത്തിലുള്ള അപൂർവത്തിലുള്ള അത്യാഹ്ലാദത്തിനൊന്നും ഈ സമുദായം അല്ലെങ്കിൽ ഈ സമൂഹം നിന്നു കൊടുക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കൃത്യമായ ബോധ്യം അവർക്കുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അതിന് നിന്നു കൊടുക്കാത്തത്. ഏതൊക്കെ ഘട്ടത്തിലും ഇത്തരം പ്രശ്നങ്ങൾ വന്നാലും ഇതിനെയെല്ലാം നേരിടാൻ കഴിയുമെന്നും ഇതെല്ലാം കവർ ചെയ്ത് പോകുമെന്നും കണ്ട ഒരു നാടാണ് ഈ നമ്മുടെ കേരളം. കേരളത്തിൽ ഈ പറയുന്ന വർഗീയതയ്ക്കും വിദ്വേഷത്തിനും എത്ര കളമൊരുക്കാൻ ശ്രമിച്ചാലും അതിന് നിലനിൽപ്പില്ല എന്നുള്ള സാമാന്യ തത്വമെങ്കിലും ഇനിയെങ്കിലും ജോർജിനെ തീക്കളിയിലേക്ക് തള്ളിവിടുന്ന ചാനലുകാരാകട്ടെ മറ്റുള്ളവരാകട്ടെ പാർട്ടിക്കാരാകട്ടെ ഇനി അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളോ മക്കളോ മറ്റുള്ളവരാരുമാകട്ടെ അവർ തയ്യാറാകണം, അതിനൊരു ജാഗ്രത പാലിക്കണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്.